എല്ലാവർക്കും ഇന്ത്യൻ കഫേയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു ചിക്കൻ പെരട്ടാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ തൈരും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 3 സവാളയും 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ മസാല നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. നമ്മുടെ ഈ മസാല മിക്സ് നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 4 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്തും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചെറുതായി ഒരു ഗോൾഡൻ കളറായി വരുന്ന ടൈമിൽ നമ്മൾ അരച്ചു വെച്ച മസാല പേസ്റ്റോട് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഒരു 2-3 മിനിറ്റ് വരെ ചിക്കൻ ഇതേപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഞാനൊരു 3 മിനിറ്റ് ഇതേപോലെ തുടർച്ചയായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതൊരു 20-25 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഇതേപോലെ ഇളക്കി വഴറ്റിയെടുക്കണം. നമ്മുടെ ചിക്കൻ പെരട്ട് ഇങ്ങനെ ഫ്ലെയിം കൂട്ടി വെച്ച് ഒരു 5 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ടിനൊരു നല്ല ടേസ്റ്റ് കിട്ടും. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.